വെൽക്കം ബാക്ക് ടു വിദ്യാനിധി. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ വട്ടമേശ സമ്മേളനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വട്ടമേശ സമ്മേളനങ്ങളുടെ മാത്രം ഒരു നോട്ടാണ്. SCERTയുടെ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അപ്പം ഇങ്ങനെ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടാത്ത നോട്ട്സുകൾ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. വട്ടമേശ സമ്മേളനങ്ങൾ 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ചും സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ സർവകക്ഷി സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. വട്ടമേശ സമ്മേളനം എന്താ? ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ചും സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ സർവകക്ഷി സമ്മേളനം. വട്ടമേശ സമ്മേളനം 1930 തൊട്ട് 32 വരെയാണ് നടന്നിരിക്കുന്നത്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലമാണ് ജെയിംസ് പാലസ്, ലണ്ടനിലെ ജെയിംസ് പാലസ്. വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ആയിരുന്നത് ജോർജ് അഞ്ചാമനാണ്. അപ്പോൾ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിരുന്ന കാലാവധി എന്ന് പറയുന്നത് 1930 to 32 ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ചും സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ സർവകക്ഷി സമ്മേളനമാണ് വട്ടമേശ സമ്മേളനങ്ങൾ. വട്ടമേശ സമ്മേളനം നടന്ന സ്ഥലം എന്ന് പറയുന്നത് ലണ്ടനിലെ ജെയിംസ് പാലസ് ആണ്. വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവായിരുന്നത് ജോർജ് അഞ്ചാമനായിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനം. അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം 1930 നവംബർ 12 മുതൽ 1931 ജനുവരി 19 വരെയായിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930 നവംബർ 12 തൊട്ട് 1931 ജനുവരി 19 വരെയായിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമനാണ്. ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആരാണ്? ജോർജ് അഞ്ചാമൻ. 1930 നവംബർ 12 ഉദ്ഘാടനം ചെയ്തത് 1930 നവംബർ 12. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 89 പേരാണ്. 89 പേര്. അതിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ തേജ് ബഹദൂർ സാപ്രുവും BR അംബേദ്കറും മുഹമ്മദ് അലി ജിന്നയും. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ തേജ് ബഹദൂർ സാപ്രുവും BR അംബേദ്കറും മുഹമ്മദ് അലി ജിന്നയും. അധ്യക്ഷനായിരുന്നത് റാംസെ മക്ഡൊണാൾഡ്. അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930 നവംബർ 12 തൊട്ട് 1931 ജനുവരി 19 വരെയാണ്. ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമനാണ്. 1930 നവംബർ 12 പങ്കെടുത്ത പ്രതിനിധികൾ 89 പേരായിരുന്നു. പ്രമുഖ നേതാക്കൾ തേജ് ബഹദൂർ സാപ്രു ആയിരുന്നു. BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന എന്നിവരായിരുന്നു. അധ്യക്ഷൻ റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു. ഇനി അടുത്തതായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനം. ഏതായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931 സെപ്റ്റംബർ ടു ഡിസംബർ കാലയളവിലായിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന കാലയളവ് 1931 സെപ്റ്റംബർ ടു ഡിസംബർ ആയിരുന്നു. പങ്കെടുത്ത അംഗങ്ങൾ 112. കോൺഗ്രസ് പങ്കെടുത്ത വട്ടമേശ സമ്മേളനമായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനം. കോൺഗ്രസ് പങ്കെടുത്ത വട്ടമേശ സമ്മേളനം. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച വ്യക്തിയായിരുന്നു ഗാന്ധിജി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവ്യയായിരുന്നു. ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ്. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനവും രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. അത് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണെന്നുള്ളത്. അത് രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പരാജയത്തിലേക്ക് നയിച്ചു. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ഇതെന്ന് പറയുന്നത് കാലയളവെന്ന് പറയുന്നത് 1931 ടു ഡിസംബർ ആയിരുന്നു. പങ്കെടുത്ത പ്രതിനിധികൾ 112. ഗാന്ധിജി പങ്കെടുത്ത ഏക ഇതാണ്.
കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച വ്യക്തി ഗാന്ധിജി ആയിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഉപദേഷ്ടാവായിരുന്നത് ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവ്യ ആയിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാതെ വർഗീയ പ്രശ്നങ്ങൾ തീരില്ല എന്നുള്ള ഗാന്ധിജിയുടെ നിലപാടിനോട് സമ്മേളനം പരാജയത്തിലേക്ക് നയിച്ചു. ഗാന്ധി ഇർവിൻ ഉടമ്പടി അടുത്തത് ഇത് മറ്റേ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി രണ്ടാം വട്ടമേശ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗാന്ധിജിയും വൈസ്രോയി ഇർവിനും ഡൽഹിയിൽ നടത്തിയ ചർച്ചയുടെ ഫലമായി രൂപം കൊണ്ട ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്താ? ഗാന്ധിജിയും വൈസ്രോയി ഇർവിനും ഡൽഹിയിൽ നടത്തിയ ചർച്ചയുടെ ഫലമായി രൂപം കൊണ്ട ഉടമ്പടി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടിയും ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. അപ്പോൾ ഗാന്ധിജിയും വൈസ്രോയി ഇർവിനും ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ ഫലമായി രൂപം കൊണ്ട ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഗാന്ധി ഇർവിൻ സന്ധി എന്നായിരുന്നു വെച്ചാൽ 1931 മാർച്ച് 5. അപ്പോൾ ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്തായിരുന്നു? ഗാന്ധിജി വൈസ്രോയി ഇർവിനും ഡൽഹിയിൽ നടത്തിയ ചർച്ചയുടെ ഫലമായി രൂപം കൊണ്ട ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ സന്ധി 1931 മാർച്ച് 5. അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനം. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെയാണ്. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെയാണ്. അതിൽ മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ സഹകരിച്ച പ്രതിനിധികളുടെ എണ്ണം 46 പേരെ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ എണ്ണം 46 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി. അപ്പം മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932 നവംബർ 17 ടു ഡിസംബർ 24 വരെയാണ്. അതിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 24 ആണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനമാണ്. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി. ഒന്നാം വട്ടമേശ സമ്മേളന കാലത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളന കാലത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ഇർവിൻ പ്രഭു ആയിരുന്നു. 2ഉം 3ഉം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആണ്. വെല്ലിംഗ്ടൺ പ്രഭു. അപ്പം ഇതാണ് വട്ടമേശ സമ്മേളനങ്ങൾ 3 അപ്പോൾ വട്ടമേശ സമ്മേളനം 3 നടന്നത് ലണ്ടനിലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രീവിയസിൽ. അപ്പോൾ താങ്ക് യു ഓൾ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും മനസ്സിലാവാത്തതും ക്ലിയർ ആവാത്തതും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ആൻഡ് താങ്ക് യു ഓൾ.